നാട്ടിലുണ്ട്. 8-10 തവണ വോട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ വോട്ടർ പട്ടികയിലില്ല. ശരിക്കും ഒരു കടങ്കഥയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ SIR നടപടികൾ. SIR വിവരശേഖരണത്തിലെ പോരായ്മകളെക്കുറിച്ച് ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കണ്ടെത്താനാകാത്തവരായി കമ്മീഷൻ വിധി എഴുതിയവരുടെ ബൂത്ത് തല വിവരങ്ങൾ. പട്ടികയിലുള്ള പലരും നാട്ടിലുണ്ടെന്നും ഇക്കാര്യം നേരിട്ട് ബോധ്യപ്പെടുത്താമെന്നും രാഷ്ട്രീയ പാർട്ടികൾ വെല്ലുവിളിക്കുമ്പോൾ കമ്മീഷൻ പക്ഷേ മൗനീഭാവയാണ്. കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയവരെ ഇനി കണ്ടെത്തിയാലും പട്ടികയിൽ പേര് ചേർക്കാൻ പുതുതായി അപേക്ഷിക്കണമെന്നതാണ് മറ്റൊരു കടമ്പ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ട് ചെയ്ത 50-60 വയസ്സുള്ളവർ വരെ കണ്ടെത്താനാകാത്തവരുടെ പട്ടികയിലുണ്ട്. വേണ്ടത്ര പരിശോധനകളില്ലാതെ BLOമാർ അൺട്രേസബിൾ എന്ന് കുറിച്ച കേസുകൾ നിരവധിയാണ്. അർഹരായവരെല്ലാം ഉൾപ്പെടുത്തുമെന്ന് കമ്മീഷൻ ആവർത്തിക്കുമ്പോഴും എന്യൂമറേഷൻ പിഴവുകൾ അടിവരയിടും വിധമാണ് ബൂത്തുകളിലെ സ്ഥിതി. ശനിയാഴ്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ കണ്ടെത്താനാകാത്തവരായി എഴുതി തള്ളിയവരിൽ പലരും നാട്ടിലുണ്ടെന്ന് സ്ഥാപിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പേരുവിവരങ്ങൾ പുറത്തുവിട്ടു. എന്യൂമറേഷൻ ഡിസംബർ 18 അവസാനിച്ച സാഹചര്യത്തിൽ ഇനി ഇവർക്ക് പേര് ചേർക്കണമെങ്കിൽ പുതിയ അപേക്ഷ നൽകണം. 10ലേറെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവർ പുറത്താവുകയും പുതിയ അപേക്ഷ നൽകുകയും ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. ഫോം 6 നൽകി പുതുതായി ചേരാമല്ലോ എന്നാണ് കമ്മീഷന്റെ വാദം. ഒരു ബൂത്തിൽ 40 മുതൽ 60 വരെ പേരെ കണ്ടെത്താനാകാത്തവരായി ഉണ്ടാകുമെന്നാണ് നേരത്തെ കമ്മീഷൻ പറഞ്ഞിരുന്നത്. എന്നാൽ ബൂത്ത് തിരിച്ചുള്ള പട്ടിക വന്നതോടെ അത് 500-ന് മുകളിലാണ്. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ 138-ാം ബൂത്തിലുള്ളത് 1200 വോട്ടർമാരാണ്. അതിൽ 700-ഉം കണ്ടെത്താനാകാത്തവരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി SIR നടത്തിയെന്ന് മാത്രമല്ല, എല്ലാം പൂർത്തിയായെന്ന് കോടതിയിൽ സ്ഥാപിക്കാൻ ധൃതി പിടിച്ചും BLOമാരിൽ സമ്മർദ്ദം ചെലുത്തിയും ഡിജിറ്റൈസേഷൻ നടത്തിയതിന്റെ പോരായ്മയാണ് പട്ടികയിൽ പ്രകടമാകുന്നതെന്നാണ് പൊതുവിമർശനം. അതേസമയം SIRൽ പുറത്താക്കുന്ന വോട്ടർമാർ കൂടുതലുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിലാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. SIRലൂടെ വോട്ടർ പട്ടികയിൽ നിന്ന് 25 ലക്ഷം വോട്ടർമാർ പുറത്തു പോകുമെന്നാണ് കണക്ക്. ഇതിൽ 22.62% BJP 1ഉം 2ഉം സ്ഥാനത്ത് വന്ന 20 മണ്ഡലങ്ങളിലാണ് എന്നത് ശ്രദ്ധേയമാണ്. പുറത്താകുന്നവരുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലാണ്. 58,828 വോട്ടർമാർ. മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ 28%. BJP രണ്ടാമതെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം. പുറത്താക്കുന്നവരുടെ എണ്ണം കൂടുതലുള്ള അടുത്ത മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവും, നേമവും, കഴക്കൂട്ടവുമാണ്. ഇവ മൂന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP 1ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചപ്പോൾ ഗുരുവായൂർ ഒഴികെ 6 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് നേടിയിരുന്നു. ഈ 6 മണ്ഡലങ്ങളിലും അജ്ഞാത വോട്ടർമാരുടെ എണ്ണവും കൂടുതലാണ്. സുരേഷ് ഗോപിക്ക് 559 വോട്ട് ഭൂരിപക്ഷം ലഭിച്ച തൃശ്ശൂർ മണ്ഡലത്തിലെ 29ാം ബൂത്തിൽ പുറത്താക്കുന്ന വോട്ടർമാരുടെ എണ്ണം 337 ആണ്. ഇതിൽ 334 പേരും കണ്ടെത്താനാകാത്തവർ അഥവാ അൺട്രേസബിൾ എന്ന വിഭാഗത്തിലാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു ബൂത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ശരാശരി വോട്ടർമാരുടെ എണ്ണം 50 ആണ്. എന്നാൽ BJP ലീഡ് ചെയ്ത ബൂത്തുകളിൽ ഇത് പല മടങ്ങ് വർദ്ധിക്കുകയാണ്. സ്ഥലം മാറിപ്പോയ വോട്ടർമാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ച പ്രതിഭാസവും തൃശ്ശൂരിലെ മണ്ഡലത്തിൽ കാണാൻ കഴിയും. 16ാം ബൂത്തിൽ പുറത്താക്കുന്ന വോട്ടർമാരുടെ എണ്ണം 191 ആണ്. അതിൽ 143-ഉം സ്ഥിരമായി മാറിപ്പോയവരാണ്. ഒല്ലൂരും മണലൂരും ആറ്റിങ്ങലും മഞ്ചേശ്വരം ഉൾപ്പെടെ BJP ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ അജ്ഞാത വോട്ടർമാരുണ്ട് എന്നതാണ് വസ്തുത. അജ്ഞാത വോട്ടർമാരുടെയും സ്ഥലം മാറിപ്പോയ വോട്ടർമാരുടെയും എണ്ണം BJP മുന്നിലെത്തിയ മണ്ഡലങ്ങളിൽ മാത്രം എങ്ങനെ കൂടി എന്ന ചോദ്യം പ്രസക്തമാണ്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വോട്ട് ചോരിയും ഒരു ഘടകമായിരുന്നു എന്ന ആരോപണം ഇതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ പ്രത്യേകിച്ചും